നമുക്കിന്ന് ചക്ക കൊണ്ട് അലുവ ഉണ്ടാക്കാം. അതിനുവേണ്ടി ചക്ക നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ചക്ക റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ തേങ്ങയുടെ കട്ടിയുള്ള പാലെടുത്ത് മാറ്റാം. അലുവ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ച് വെച്ച ചക്കയും കുറച്ച് മൈദയും കലക്കി ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും പിഞ്ച് ഉപ്പും ചേർത്ത് ഉരുക്കി വെച്ച ശർക്കരയും ചേർത്ത് നമുക്കിത് ഒട്ടും കട്ടയില്ലാതെ നല്ലോണം കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ കലക്കിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലോണം കുറുകി വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നല്ലോണം ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലോണം മുറുകി വരുമ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്നും വാങ്ങാം. ഒരു പാത്രം എടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂവി ഇതിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലോണം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക അലുവ റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ കാണുന്നതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യണേ.